പാനൂർ മേഖലയിൽ ക്ഷേത്ര കവർച്ച തുടർക്കഥ. ഒരാഴ്ചക്കിടെ 3 ക്ഷേത്രങ്ങളിൽ കവർച്ച നടന്നു. എലാങ്കോട് ശ്രീ മഹാവിഷ്ണു ഭദ്രകാളി ക്ഷേത്രത്തിലാണ് ഏറ്റവും ഒടുവിലായി കവർച്ച നടന്നത്. തുടർച്ചയായ മോഷണ ശ്രമത്തിന്റെ പശ്ചാത്തലത്തിൽ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ക്ഷേത്ര പരിസരത്ത് വിശ്വാസികളുടെ പ്രതിഷേധ സംഗമം നടന്നു. വെള്ളിയാഴ്ച പുലർച്ചെയാണ് മോഷണം നടന്നത്. ക്ഷേത്രം ഭാരവാഹി ടി നിതീഷ് രാവിലെ വിളക്ക് കൊളുത്താൻ എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. 2 ഭണ്ഡാരങ്ങളിലും വഴിപാട് കൗണ്ടറുകളിലും സൂക്ഷിച്ച പണമാണ് കവർന്നത്. ഇതിൽ ഒരു ഭണ്ഡാരം കുത്തിത്തുറന്ന് സമീപത്തെ പറമ്പിൽ ഉപേക്ഷിച്ച നിലയിലാണ്. മോഷ്ടാവിന്റേതെന്ന് കരുതുന്ന യുവാവിന്റെ ദൃശ്യം CCTVയിലുമുണ്ട്. ചെറുപറമ്പ് പുറ്റുവൻ കാവ് ഭഗവതി ക്ഷേത്രത്തിലെ ഭണ്ഡാരം 2 ദിവസം മുമ്പ് കുത്തിത്തുറന്ന് പണം കവർന്നിരുന്നു. ക്ഷേത്രം അധികൃതർ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ കൊളവല്ലൂർ പോലീസ് കേസെടുത്ത് അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. 4 ദിവസം മുമ്പാണ് പൂക്കോം കല്ലുള്ള പുനത്തിൽ ക്ഷേത്ര ഭണ്ഡാരം തകർത്ത് പണം അപഹരിച്ച സംഭവം നടന്നത്. തുടർച്ചയായ മോഷണ ശ്രമത്തിന്റെ പശ്ചാത്തലത്തിൽ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ക്ഷേത്ര പരിസരത്ത് വിശ്വാസികളുടെ പ്രതിഷേധ സംഗമം നടത്തി. എലാങ്കോട് ശ്രീ മഹാവിഷ്ണു ഭദ്രകാളി ക്ഷേത്രം പ്രസിഡന്റ് നാണു മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ടി രാജശേഖരൻ ഉദ്ഘാടനം ചെയ്തു. ഹിന്ദുവിന്റെ മുതലും എല്ലാം കവർന്നെടുത്ത് ഈ ധർമ്മത്തെയും ഈ പ്രസ്ഥാനത്തെയും ഒക്കെ നശിപ്പിക്കാം എന്ന് വിചാരിക്കുന്ന മൂഢസ്വർഗത്തിൽ ജീവിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുടെ പിന്തുണ ഇതിനുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. സമീപസ്ഥമായ 4-5 ക്ഷേത്രങ്ങളിലെ ഭണ്ഡാരവും ഇതോടൊപ്പം കുത്തി തുറന്ന് ധനാപഹരണം നടത്തിയിട്ടുണ്ട്. ഇവിടെ പൂക്കോത്ത് കല്ലുള്ളപ്പനത്തിൽ ക്ഷേത്രത്തിന്റെ റോഡിലുള്ള ഒരു ഭണ്ഡാരം, പുറ്റുവൻകാവ് അമ്പലത്തിന്റെ ഒരു ഭണ്ഡാരം കവർച്ച ചെയ്യാനുള്ള പരിശ്രമം നടന്നു. 4 ദിവസം മുമ്പേ 2-3 ദിവസം മുമ്പേ കുന്നോത്തുപറമ്പ് കുയിമ്പിൽ ഭഗവതി ക്ഷേത്രത്തിന്റെ ഭണ്ഡാരം കുത്തി തുറന്നു. നമ്മുടെ ഇവിടുത്തെ ഈ മഠത്തിലെ ഭണ്ഡാരം എടുത്തു. ഇതൊക്കെ കേവലം ധനാപഹരണത്തിന് വേണ്ടി മാത്രമാണോ, പണം കവർ ചെയ്യാൻ വേണ്ടി മാത്രമാണോ, അതിൻ്റെ പിന്നില് നിക്ഷിപ്ത താല്പര്യങ്ങളുണ്ടോ? നമ്മുടെ നാട്ടിൽ സമാധാനമായിട്ട് ജീവിക്കുന്ന മതേതര വിശ്വാസികളുടെ ഇടയിൽ സ്പർദ്ധയുണ്ടാക്കാൻ, അവരില് ശത്രുതയുണ്ടാക്കാനുള്ള പരിശ്രമത്തിന് പിന്നിലുണ്ടോ എല്ലാം നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ക്ഷേത്രം സെക്രട്ടറി TH വിജിത് കുമാർ, മറ്റു ക്ഷേത്രം പ്രതിനിധികളും അംഗങ്ങളും പ്രതിഷേധ സംഗമത്തിൽ പങ്കെടുത്തു. ഫോറിൻ ടൈംസ് ന്യൂസ്, പാനൂർ. Bobby Chamanur International Jeweler.